കൊച്ചി പൊന്നുരുന്നി അംഗനവാടിയിലെ ഭക്ഷ്യവിഷബാധയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അംഗനവാടിയിലെ ജീവനക്കാരുടെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെയും മൊഴിയെടുക്കും. ഭക്ഷ്യവിഷബാധയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും അട്ടിമറിയുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ സഹിൻ ആന്റണി നൽകും. സഹിൻ, എന്തെല്ലാമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? സംഗീത, ഇന്നലെ ആയിരുന്നു കൊച്ചി പൊന്നുരുന്തിയിലെ അംഗൻവാടിയിൽ 13 വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ 3 മാതാപിതാക്കൾക്കും ഭക്ഷ്യവിഷബാധ എന്നുള്ള രൂപത്തിൽ വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ഇതുവരെയും അത് ഭക്ഷ്യവിഷബാധയാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പു പറയാൻ പോലീസിനോ അല്ലെങ്കിൽ അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അവിടുത്തെ വെള്ളവും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ വെള്ളം എന്ന് പറയുന്നത് അംഗൻവാടിയോട് ചേർന്നുള്ള സ്ഥലത്തുകൂടി കടന്നു വരുന്ന പൈപ്പ്, ആ പൈപ്പ് പൊട്ടി മലിനജലം കയറിയതാകാം എന്നുള്ളൊരു സംശയമുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ വാട്ടർ ടാങ്കിൽ കണ്ടിരുന്ന പാറ്റ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ അവിടേക്ക് ഇത്തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. CPM പ്രാദേശികമായി തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതികളും പോലീസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചോടെ CPMന്റെ അധീനതയിൽ വരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകാൻ CPM തീരുമാനിച്ചിരിക്കുന്നതും. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഈ കുട്ടികൾക്കും ഒപ്പം തന്നെ മാതാപിതാക്കൾക്കും ഇത്തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യം ഉണ്ടായപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. എന്തായാലും പരാതി നേരിട്ട അംഗൻവാടിക്കാരോ അതുമല്ലെങ്കിൽ ഹെൽത്ത് വിഭാഗമോ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അംഗൻവാടി ജീവനക്കാരുടെയും ഹെൽത്ത് വിഭാഗത്തിന്റെയും മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പാലാരിവട്ടം പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നതും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അംഗൻവാടി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ മോശം വെള്ളമാണ് അവിടെ വിതരണം ചെയ്യുന്നത്. മാത്രമല്ല, അവിടെ വൃത്തിഹീനമായ സാഹചര്യം നിലനിൽക്കുന്നതായി കാട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം നടന്നിരുന്നു. എന്നാൽ അതൊന്നും കാര്യമായി എടുക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അംഗൻവാടി ജീവനക്കാർക്കെതിരെയും ഒപ്പം തന്നെ ഹെൽത്ത് വിഭാഗത്തിനെതിരെയും കടുത്ത വിമർശനമാണ് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് പോലീസ് കാര്യമായി തന്നെ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സംഗീത, ശരി സഹിൻ, ഭക്ഷ്യവിഷബാധയ്ക്ക് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.